أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين. قال للملأ حوله إن هذا لساحر عليم يريد أن يخرجكم من أرضكم بسحره فماذا تأمرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1235 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്തുൽ ശുഅറയിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فألقى عصاه فإذا هي ثعبان مبين ونزع يده فإذا هي بيضاء للناظرين. قال للملأ حوله إن هذا لساحر عليم يريد أن يخرجكم من أرضكم بسحره فماذا تأمرون. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മൂസ അലൈഹിസ്സലാം ഈജിപ്തിന്റെ സ്വേച്ഛാധിപതിയായി ഭരണം നടത്തിയ ഫിർഔനുമായി ഉണ്ടായ സംഭാഷണമാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇവിടെ ഉദ്ധരിക്കുന്നത്. മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത് പരിശീലനം നൽകി പറഞ്ഞയച്ചിരിക്കുകയാണ് ഈജിപ്തിലേക്ക്. മൂസ അലൈഹിസ്സലാം തന്റെ ബാല്യകാലം പിന്നിട്ട അതേ സമൂഹത്തിലേക്കും ചുറ്റുപാടിലേക്കുമൊക്കെയാണ് ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് അല്ലാഹു അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. സഹായിയായും പിന്തുണയായുമൊക്കെ ഹാറൂൻ അലൈഹിസ്സലാം, ജ്യേഷ്ഠ സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനെ കൂടി ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു ഈ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മൂസ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നത്. വളരെ യുക്തിഭദ്രമായ കാര്യങ്ങളാണ് മൂസ അലൈഹിസ്സലാം ഫിർഔനുമായുള്ള സംഭാഷണത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉയർത്തി കാണിക്കുന്നതിനും താൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ദൈവിക പ്രവാചകനാണ് എന്ന കാര്യത്തിനുമുള്ള പിൻബലമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായത്. പ്രപഞ്ചങ്ങളുടെ നാഥനായ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ള സകലത്തിന്റെയും നാഥനായ അള്ളാഹുവിനെയാണ് താൻ പ്രതിദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ ഫിർഔൻ സമൂഹത്തോടായിട്ട് പറയുകയുണ്ടായത്, നിങ്ങളുടെ അടുക്കലേക്ക് റസൂലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഇയാള് ഒരു മജ്നൂനാണ്, ഒരു ഭ്രാന്തനാണ്, അയാള് ഭ്രാന്താണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിന് വേണ്ട പരിഗണനയൊന്നും കൊടുക്കാതെ തന്നെ മൂസ അലൈഹി ഇസ്ലാം തുടർന്ന് പറഞ്ഞത്, എന്റെ നാഥൻ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അവയ്ക്കിടയിലുള്ള സകലതിന്റെയും
അധിപനാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അധികാര പരിധിക്ക് ഒരു വിധത്തിലുള്ള പരിമിതിയോ നിയന്ത്രണമോ ഇല്ലാത്ത സകലതിന്റെയും മേൽ സമ്പൂർണമായ അധികാരമുള്ള മേധാവിത്വമുള്ള റബ്ബുൽ ആലമീനെയാണ് താൻ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് മൂസ അലൈഹിസ്സലാം തുടർന്ന് പറയുകയുണ്ടായത്. ഫിറഔൻ പിന്നെ ഭീഷണിയിലേക്ക് നീങ്ങുകയാണ്. ഞാനല്ലാത്ത മറ്റാരെയെങ്കിലും നീ ആരാധ്യനായി സ്വീകരിക്കുന്നുവെങ്കിൽ, നിന്റെ മേൽ അധികാരമുള്ളവനായി, നീ അനുസരിക്കാൻ ബാധ്യസ്ഥനായി ഉള്ള മറ്റൊരു അധികാരിയുണ്ട് എന്ന വിധത്തിൽ നീ ഒരു ഇലാഹിനെ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ തുറുങ്കിലടച്ചു കളയും. തുറുങ്കിലടക്കപ്പെട്ടവരോടൊപ്പം നിന്നെയും ഞാൻ ഉൾപ്പെടുത്തും എന്നാണ് ഫിറഔൻ ഭീഷണിപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിൽ തന്നെ ഫിറഔന് സംസാരത്തില് മേധാവിത്വം നഷ്ടപ്പെടുകയുണ്ടായിട്ടുണ്ട്. യുക്തിപരമായിട്ട് കാര്യങ്ങള് പങ്കുവെക്കുന്നതില് ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൂടി കാരണമായിട്ടാണ് നീ ഞാനല്ലാത്ത ഒരാളെ ഇലാഹായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ തുറുങ്കിലടയ്ക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാം വളരെ സ്വാഭാവികതയുള്ള വിധത്തിലാണ് ഒരു പ്രതികരണം നടത്തിയത്. അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ, വ്യക്തമായ തെളിമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന സാക്ഷ്യം ഞാൻ കൊണ്ടുവരികയാണെങ്കിലോ എന്നാണ് മൂസ അലൈഹി ഇസ്ലാം ഫിറഔനോട് ചോദിക്കുന്നത്. ഫിറഔൻ ആ ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ട് നൽകുന്ന മറുപടി ഇതാണ്: ഫഅ്തി ബിഹി ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ പറയുന്നത് സത്യവാനായിക്കൊണ്ടാണ് നിന്റെ അവകാശവാദങ്ങളെങ്കിൽ നീ അത് കൊണ്ടുവാ, നമുക്ക് നോക്കാം എന്ന നിലക്കാണ് ഫിറഔൻ അതിനോട് പ്രതികരിക്കുകയുണ്ടായത്. ഏകദേശം ഈ സംഭാഷണം എത്തുമ്പോഴേക്ക് തന്നെ ഫിറഔനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി, ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരിയായി നിലകൊണ്ടിരുന്ന ആള് മൂസ അലൈഹി ഇസ്ലാമിനോട് കൊമ്പുകോർക്കുന്ന വിധത്തിലുള്ള ഒരു താഴേക്ക് ഇറങ്ങി വരല് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം മൂസ അലൈഹി ഇസ്ലാം അത്രയും യുക്തിഭദ്രമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അപ്പോ ബുദ്ധിപരമായി മികവ് കാണിച്ചു ഉയർന്നു നിൽക്കാൻ ഫിറഔന് ആ ഘട്ടത്തിൽ സാധിക്കുന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് മൂസ അലൈഹി ഇസ്ലാം ആവശ്യപ്പെട്ട കാര്യം അംഗീകരിച്ചു കൊടുക്കാന്, എന്ന തെളിവ് ഹാജരാക്ക്, നീ ഇതിന് പിൻബലമായിട്ട് സുവ്യക്തമായ ഒരു സാക്ഷ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഹാജരാക്ക് എന്ന് പറയാൻ ഫിറഔൻ സന്നദ്ധനായത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടെ രീതിയിൽ നിന്ന് ഒരുപാട് താഴേക്കിറങ്ങേണ്ടി വരികയാണ്. സാധാരണഗതിയിൽ തന്റെ പ്രജകളുടെ കൂട്ടത്തില് ജന്മപരമായി തന്നെ നിന്ദ്യത പേറുന്ന ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാള് അല്ലെങ്കിൽ രണ്ടാളുകള് തന്റെ അധികാരസ്ഥാനത്തെ ഇളക്കാൻ സാധ്യതയുള്ള ഒരു കാര്യവുമായിട്ട് വരുമ്പോ എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണോ താൻ അധികാരത്തിലേറി ആളുകളുടെ മേൽ ആധിപത്യമുള്ളവനാണ് എന്ന നിലക്ക് വിരാജിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഒരു സംഗതിക്ക് ഇളക്കമുണ്ടാക്കുന്ന വിധത്തില് പ്രജകളുടെ കൂട്ടത്തിലെ നിന്ദ്യത പേറുന്ന, പല കാരണങ്ങളാലും അടിമകളുടെ അവസ്ഥയിലായിരുന്നു ബനൂ ഇസ്രായേൽ സമൂഹം ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയിലുള്ള സമൂഹത്തിലെ രണ്ടാളുകള് തന്നെ തന്റെ അധികാരത്തെയും
നിലനിൽപ്പിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അപകടപ്പെടുത്തുന്ന വിധത്തിലുള്ള തനിക്ക് മീതെയും ഒരു അധികാരിയുണ്ട് എന്ന കാര്യം സമ്മതിക്കാൻ നിർബന്ധിതനാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേൾവിക്കാരായ ആളുകളുടെ മുന്നിൽ മികവ് പുലർത്തി നിൽക്കാൻ ഫിറൗന് അതിന് നിർബന്ധിതനാവുകയാണ്. മൂസ അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ച് തന്റെ ബുദ്ധിപരമായ മികവ്, തന്റെ വാദങ്ങളുടെയും നിലപാടുകളുടെയും ഒക്കെ മികവും മേന്മയും ഒക്കെ സ്ഥാപിക്കല് ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. എന്നാലേ അയാൾക്ക് അയാളുടെ അധികാരം നിലനിർത്തി പോകാൻ സാധിക്കുകയുള്ളൂ. ആളുകളുടെ മേൽ ഉണ്ടായിരുന്ന ആ ആധിപത്യം നിലനിർത്താൻ കഴിയണമെങ്കിൽ ദൈക്ഷണികമായി ഉയർന്നു നിൽക്കാന് ഫിറൗന് സാധിക്കണം. മൂസ അലൈഹി ഇസ്ലാം ഇപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന റബ്ബുൽ ആലമീനാണ് ലോകത്ത് എല്ലാവർക്കും ആരാധ്യനായിട്ടുള്ള ഒരേ ഒരു ദൈവം എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്ന തെളിവ് ഹാജരാക്കുകയാണെങ്കിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇവിടെ ഫിറഔൻ അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഫഅതി ബിഹി ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ ഗൗരവത്തില് ഉദ്ദേശപൂർവം സത്യസന്ധതയോടുകൂടിയാണ് ഈ വാദം ഉന്നയിക്കുന്നതെങ്കിൽ തെളിവ് കൊണ്ടുവാ, അത് കൊണ്ടുവാ എന്നാണ് പറയുന്നത്. അപ്പൊ അത് കേട്ട പാടെ മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നതാണ് തുടർന്നുള്ള ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ വ്യക്തമാക്കപ്പെടുന്നത്. ഫിറൗൻ ആ തെളിവ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ആ ഉടനെ തന്നെ മൂസ അലൈഹി ഇസ്ലാം തന്റെ കയ്യിലുണ്ടായിരുന്ന വടി എറിഞ്ഞു, വടി താഴെയിട്ടു. ഫൈദാഹിയ സുഅ്ബാനും മുബീൻ, അപ്പോ ആ വടി അത് പെട്ടെന്ന് ഒരു അത്യുഗ്രൻ സർപ്പമായിട്ട് മാറിയിരിക്കുന്നു. ഫൈദാഹിയ സുഅ്ബാനും മുബീൻ, വ്യത്യസ്തങ്ങളായ വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം പറയാൻ പ്രയോഗിച്ചിട്ടുള്ളത് കാണാം. ഇവിടെ സുഅ്ബാൻ എന്നാണ്, അത്യുഗ്രനായ ഒരു വലിയ സർപ്പത്തിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ് സുഅ്ബാൻ. വേറെ ചിലയിടത്ത് സർപ്പം, പാമ്പ് എന്നൊക്കെ ഉള്ള വിഭാഗത്തിലെ ഏതിനും ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഹയ്യത്ത് എന്നാണ് ഉപയോഗിച്ച് കാണുന്നത്. മറ്റൊരിടത്ത് ജാൻ എന്നാണ്, വളരെ ചടുലതയോടുകൂടി ഭയങ്കര ചലനാത്മകതയുള്ള, അതിവേഗത്തില് ഓടുന്ന, നീങ്ങുന്ന, ചലിക്കുന്ന എന്നൊക്കെ അർത്ഥം തരുന്ന ഒരു വാക്കാണ് ജാൻ. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ, വ്യത്യസ്തങ്ങളായ വാക്കുകളാണ് സർപ്പത്തെ സൂചിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സുഅ്ബാൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സുഅ്ബാൻ എന്ന് പറഞ്ഞാല് അത്യുഗ്രൻ സർപ്പമാണ്, വളരെ വലിയ, കാഴ്ചയിൽ തന്നെ വലിയ ഭീതി ഉളവാക്കുന്ന വിധത്തിലുള്ള സർപ്പം. അറബിയില് ഹയ്യാൻ, അതുപോലെ ഹയ്യത്ത്, സുഅ്ബാൻ, ജാൻ, ഇതൊക്കെ സർപ്പങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ ഉടനെ തന്നെ മൂസ അലൈഹി ഇസ്ലാം തന്റെ വടി അങ്ങ് മുന്നിലേക്ക് ഇട്ടു. ഫിറൗനുമായിട്ടുള്ള സംസാരത്തിനിടക്ക് തെളിവ് ഹാജരാക്കാൻ ഫിറൗൻ അനുമതി നൽകിയതോടുകൂടി വടി അങ്ങ് തറയിലേക്കിട്ട് ഇടുകയാണ് മൂസ അലൈഹി ഇസ്ലാം. ഫൈദാഹിയ സുഅ്ബാനും മുബീൻ, അപ്പൊ പെട്ടെന്ന് വളരെ ഡ്രാമാറ്റിക് ആയിട്ടാണ് ആ സംഭവം അരങ്ങേറുന്നത്. അത് പെട്ടെന്ന് ഒരു അത്യുഗ്രൻ സർപ്പമായിട്ട് മാറിയിരിക്കുകയാണ്. സർപ്പത്തെ പോലെ കാണപ്പെടുകയല്ല, ആളുകൾക്ക് സർപ്പമായി തോന്നി എന്നല്ല, ഒരു അത്യുഗ്രൻ സർപ്പമായിട്ട് തന്നെയാണ് അതുള്ളത്. കാരണം അത് ജാലവിദ്യക്കാരുടെ ഒരു ഹാലുസിനേഷൻ സൃഷ്ടിക്കലല്ല, ഒരു കൺകെട്ടല്ല, ഇങ്ങനെ തോന്നിപ്പിക്കലല്ല. ഇത്
വടി തറയിലിടുന്നതോടുകൂടി അത് ഒരു പാമ്പായിട്ട് തന്നെ മാറുകയാണ്, ഒരു അത്യുഗ്രൻ സർപ്പമായിട്ട് മാറുകയാണ്. ജാലവിദ്യക്കാരുടേത് അങ്ങനെ സർപ്പമായിട്ട് തോന്നിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക. ആ വിധത്തിലുള്ള ഒരു കാര്യമാണ് ജാലവിദ്യക്കാർ ചെയ്യുക. സാഹിറുകൾ അങ്ങനെയാണ് ചെയ്യുക. ഒരു അത്യുഗ്രൻ സർപ്പം, പ്രത്യക്ഷത്തിൽ തന്നെ അത് എന്തെങ്കിലും ഫേക്കായ ഒരു സാധനമല്ല. ഇവിടെ സുർബാനും മുബീൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രയോഗം. സുർബാനും മുബീൻ എന്ന് പറഞ്ഞ വ്യക്തമായിട്ടും എല്ലാ നിലക്കും ജെനുവിൻലി അത് ഒരു അത്യുഗ്രൻ സർപ്പമാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. തുടർന്ന് മൂസ അലൈഹിസ്സലാം തന്റെ കൈ കക്ഷത്ത് വെച്ചെടുത്തു. വനസഅയദഹു, കൈ പുറത്തെടുത്തു, കക്ഷത്ത് നിന്ന് കൈ വെളിയിലേക്ക് എടുത്തു. അപ്പോഴും ഫൈദാഹിയ ബൈളാഉ ലിന്നാദിരീൻ, നോക്കി നിൽക്കുന്നവർക്കൊക്കെ അത് ഭയങ്കര തിളക്കമുള്ള ശുഭ്രതയുള്ള ഒരു സംഗതിയായിട്ട്, സൂര്യനെ പോലെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന പ്രകാശം ചൊരിയുന്ന വിധത്തിലുള്ള ഒരു സംഗതിയായിട്ട് കാണപ്പെട്ടു. കക്ഷത്തുനിന്ന് കൈ വെളിയിലേക്ക് എടുത്തപ്പോ അതിങ്ങനെ കത്തി നിൽക്കുന്ന നല്ല പ്രകാശം ചൊരിയുന്ന ശുഭ്രതയുള്ള ഒരവസ്ഥയിലാണ് അവർക്ക് കാണാനായത്. ഫൈദാഹിയ ബൈളാഉ ലിന്നാദിരീൻ. ഈ ബൈള എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് മീനിങ് വൈറ്റ്നെസ് ഉള്ളത്, വെളുത്തത് എന്നുള്ളതാണ്. പഴയകാലത്ത് ഈ യഹൂദ ക്രൈസ്തവ സ്രോതസ്സുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലെ ആയാത്തുകളെ വിശദീകരിച്ച ചിലർക്കൊക്കെ ഇത് വെള്ളപ്പാണ്ട് പോലെയുള്ള ഒരു രോഗ ലക്ഷണം പോലെ കാണപ്പെട്ടു എന്ന വിധത്തിലൊക്കെ എഴുതി വെച്ച് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ രോഗലക്ഷണം ഉള്ളതല്ല ഇത്. മൂസ അലൈഹി ഈ പ്രവാചകന്മാർക്ക് അങ്ങനെയുള്ള മാറാവ്യാധികള് ഒരു പരീക്ഷണമായിട്ടൊക്കെ ചിലപ്പോ ഉണ്ടാവും. അയ്യൂബ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലൊക്കെ പോലെയുള്ള, അല്ലാത്ത നിലക്ക് മുഅ്ജിസത്തായിട്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. ഇത് ആളുകളെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണപ്പെട്ടത് എന്നാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും ചൂണ്ടിക്കാണിക്കുന്നത്. ബൈബിളിലെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരിച്ച മുഫസ്സിറുകൾ അവിടെ ഒരു ചെറുതായിട്ട് അവർക്കൊരു പിഴവ് പറ്റിയതായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോ മൂസ അലൈഹിസ്സലാം കക്ഷത്ത് നിന്ന് തന്റെ കൈ പുറത്തെടുത്തതോടുകൂടി ഫൈദാഹിയ ബൈളാഉ ലിന്നാദിരീൻ, കാണികൾക്കൊക്കെ അത് വലിയ വെട്ടിത്തിളങ്ങുന്ന ഒന്നായിട്ട് മാറി. ഖാല ലിൽ മലഇ ഹൗലഹു, ഇത് കണ്ടു നിന്ന തന്റെ പ്രഭൃതികളോട്, തന്റെ പ്രമാണിമാരോട്, തന്നെ പിന്തുണച്ച് നിൽക്കുന്ന നാട്ടിലെ പ്രഭുക്കന്മാരും മറ്റൊക്കെ ആളുകളോടായി ഫിറഔൻ ആ ഘട്ടത്തിൽ പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഒരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും ഇയാള് പഠിച്ചു വന്ന ഒരു ജാലവിദ്യക്കാരൻ തന്നെയാണ്, ഒരു ആഭിചാരക്കാരൻ തന്നെയാണ്. ഇയാള് നമ്മളെ ഇവിടുന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടി സിഹറിന്റെ എല്ലാ സാധ്യതകളും പഠിച്ചൊരുങ്ങി വന്നിട്ടുള്ള ആളാണ്. ഇയാള് സിഹർ മുഖേന നമ്മളെ ഇവിടുന്ന് ഇളക്കി വിടുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി പരിശീലനം നേടി വന്ന ആളാണ് എന്നാണ് ഫിറഔൻ ഉടനെ തന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന നാട്ടിലെ പ്രമാണിമാരും പ്രഭുക്കന്മാരും ഒക്കെ ആയ ആളുകളോട് പറഞ്ഞത് അങ്ങനെയാണ്. ഖാലലിൽ മലഇ ഹൗലഹു, മല എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. നാട്ടിലെ മേധാവിത്വമുള്ള കൈകാര്യകർത്താക്കളൊക്കെ ആയ പ്രമാണിമാരായ ആളുകൾ, അവരുടെ പിന്തുണയോടുകൂടിയാണ് ഫിറഔൻ തന്റെ സ്വേച്ഛാധിപത്യം നടപ്പിലാക്കുന്നത്, ജനങ്ങളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുന്നത് ഇവരുടെ പിൻബലത്തോടു കൂടിയാണ്. അപ്പോ അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളോടായിട്ട് ഫിറഔൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇയാളെ അങ്ങനെ അത്ര നിർദോഷിയായിട്ട് കാണണ്ട,
ഇയാള് ശരിക്കും സിഹ്ർ പഠിച്ചു വന്ന ഒരുത്തനാണ്. ഇന്ന ഹാദ ലസാഹിർ, ഇയാളൊരു ആഭിചാരക്കാരനാണ്. അലീം, അറിവ് നേടി, അക്കാര്യത്തിൽ പ്രത്യേകം അറിവും പരിശീലനവും ഒക്കെ നേടി വന്ന ഒരു ആഭിചാരക്കാരൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഭരണാധികാരിയെ വെല്ലുവിളിക്കുന്ന വിധത്തില് ഒരു ആഭിചാരക്കാരൻ വരിക എന്നത് ചരിത്രത്തിലെ തന്നെ ഒരുപക്ഷെ ഇങ്ങനെ ഒരേ ഒരു സംഭവമേ കാണാൻ പറ്റുള്ളൂ. അത് ആഭിചാരക്കാരനാണ് അവരെന്ന് മൂസ അലൈഹി ഇസ്ലാം എന്ന് അവർ പറയുന്നത് കൊണ്ട് മാത്രം. ജാലവിദ്യക്കാര്, മജീഷ്യൻസും അതുപോലെ സാഹിറുകളും ഒക്കെ തന്നെ ചരിത്രത്തിലുടനീളം അവരുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി ആളുകളുടെ അടുക്കൽ നിന്ന് സമ്മാനങ്ങളൊക്കെ നേടാൻ വേണ്ടി ചില വിദ്യകളൊക്കെ പ്രയോഗിക്കുക എന്നതാണ് സർവ്വസാധാരണമായിട്ടുള്ളത്. ഒരു നാട്ടിലും ഒരു രാഷ്ട്രീയ അട്ടിമറി നടത്താനോ അല്ലെങ്കിൽ ഒരു പ്രക്ഷുബ്ധത സൃഷ്ടിക്കാനോ അതല്ലെങ്കിൽ അധികാര കൈമാറ്റം നടത്താനോ വിപ്ലവം ഉണ്ടാക്കാനോ ഒന്നും തന്നെ ജാലവിദ്യക്കാരുടെ ജാലവിദ്യ പ്രയോഗിക്കപ്പെട്ടിട്ടില്ല. അത് മതിയാവുകയുമില്ല. എവിടെയും നമുക്ക് അങ്ങനെ ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി. അപ്പോ ഫിറൗൻ ഉടനെ അത് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് യുക്തിയുടെ പിൻബലത്തോടെ പ്രതികരിക്കുക എന്നുള്ളത് സാധ്യമല്ല. അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങള് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അവയെ നേരിടുക എന്നത് എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ചെയ്യാറുള്ളത് പോലെ ഒരു രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്നതിലേക്ക് പോകുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ. യുക്തിയുടെ തലത്തിൽ, ന്യായത്തിന്റെയും തെളിവുകളുടെയും തലത്തിൽ തോറ്റാല് പിന്നെ അവിടെ എന്തെങ്കിലും രാഷ്ട്രീയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്യാനുണ്ടാവും. അങ്ങനെ രാഷ്ട്രീയ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച വിധത്തിലാക്കുക എന്നുള്ളതാണ്. രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറഞ്ഞ തുടക്കത്തില് അത് ഒരു ന്യായം പറച്ചിലാവും, പിന്നെ അത് കക്ഷി ചേർന്ന് കൈകാര്യം ചെയ്യലാവും. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. അല്ലാതെ തെളിയിക്കപ്പെട്ട ന്യായങ്ങൾക്ക് വേണ്ടിയല്ല ഒരു രാഷ്ട്രീയ സംഘടനയും നിലകൊള്ളാറുള്ളത്. അവർക്ക് വേണ്ട വിധത്തിലൊക്കെ കുറച്ചൊക്കെ പറയും, പിന്നീട് അത് അവര് കരുത്തുകൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുക ബാക്കിയുള്ളവരുടെ മേൽ. നമ്മൾ ഒരുപാട് സംഭവങ്ങളിൽ അത് നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും സ്വീകാര്യമായി മാറിയതിന് ശേഷം നടപ്പിലാക്കുക എന്നുള്ളതല്ല. രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ തുടക്കത്തിൽ ഒരു ന്യായമൊക്കെ പറയും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. എന്നിട്ട് പിന്നെ അത് അവരുടെ അനുയായികളുടെ അംഗസംഖ്യ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പിൻബലം വെച്ചുകൊണ്ട് അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതിയാണ് സ്വീകരിക്കപ്പെടാറുള്ളത്. ഇവിടെ ഫിറൗൻ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇയാൾ പഠിച്ചു വന്ന ഒരു ജലവിദ്യക്കാരൻ തന്നെയാണ്. യുരീദു അൻ യുഖ്രിജക്കും മിൻ അർദിക്കും, നിങ്ങളെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് ഇയാൾ ലക്ഷ്യമിടുന്നത്. ഇതാണ് പറയുന്നത്. യുരീദു അൻ യുഖ്രിജക്കും മിൻ അർദിക്കും. ഫിറൗന്റെ മലക്കിനോടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളെയൊക്കെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ജാലവിദ്യ പഠിച്ചു വന്ന് അവതരിപ്പിക്കുകയാണ് ഇയാള് വേറെ ലക്ഷ്യങ്ങളാണ് ഇയാൾക്കുള്ളത്. നിങ്ങളൊക്കെ ഇവിടുന്ന് തുരത്തണം, എന്നിട്ട് ഈ നാട് അവരുടേത് മാത്രമാക്കി മാറ്റണം. അതിനു വേണ്ടിയുള്ള ഒരു കുടില തന്ത്രമാണ് ഇയാൾ ഇവിടെ പയറ്റുന്നത്. അതിനുവേണ്ടി പ്രത്യേകം ജാലവിദ്യ പഠിച്ചു വന്നിരിക്കുകയാണ് അവൻ. യുരീദു അൻ യുഖ്രിജക്കും മിൻ അർദിക്കും ബിസിഹ്രി, സിഹ്ർ കൊണ്ട്, ജാലവിദ്യ പ്രയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മാജിക് കാണിച്ചുകൊണ്ട് ആളുകളെ ഇളക്കിവിടാനും നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുമാണ് ഇവൻ ലക്ഷ്യമിടുന്നത് എന്നാണ് ഫിറൗൻ മലക്കിനോട് പറയുന്നത്. അപ്പൊ മാതാത്ത് മുറൂൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്താണ് പറയുന്നത് ഇക്കാര്യത്തില്?
ഇതാണ് മലക്കിനോട് ഫിറോവൻ ചോദിക്കുന്നത്. അപ്പോ ഫിറോവൻ കൂടിയാലോചന ഒക്കെ നടത്തുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങളോട് കൂടിയാലോചിച്ച് ചെയ്യുന്ന ജനക്ഷേമപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ടല്ല. യഥാർത്ഥത്തില് ഇവിടെ അയാൾ ഗതിമുട്ടിയിരിക്കുകയാണ്. ഗതിമുട്ടിയത് കൊണ്ട് മാത്രമാണ് ജനങ്ങളുടെ നേരെ അല്ലെങ്കിൽ മലക്കിനോട് അയാള് ഇങ്ങനെ ചോദിക്കുകയുണ്ടായത്. ഇയാള് നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ജാലവിദ്യ പഠിച്ചു വന്നിരിക്കുന്ന ഒരുത്തനാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഇവന്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന വിധത്തിലാണ് അയാൾ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി ജനങ്ങളോടായി മലക്കിനോടായിട്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അപ്പോ തുടർന്ന് നൽകപ്പെടുന്ന നിർദ്ദേശം മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിക്കുന്ന ഈ മുഅ്ജിസത്ത് രണ്ടെണ്ണം ഇവിടെ കാണിക്കപ്പെട്ടല്ലോ. അപ്പൊ ഇതിനോട് മാറ്റുരയ്ക്കാൻ നാട്ടിൽ ജാലവിദ്യക്കാരുണ്ട്, അവരെ നമുക്ക് വിളിക്കാം. എന്നിട്ട് മൂസ കൊണ്ടുവന്നതും ജാലവിദ്യ തന്നെയാണ്, മരണ പ്രവർത്തനം തന്നെയാണ് എന്നത് നമുക്ക് തെളിയിക്കാം എന്ന നിലക്കാണ് അവിടെ ഒരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്. ചിലര് അത് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളാണ് തുടർന്ന് ഈ സൂറത്തില് നമുക്ക് തുടർന്നുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കുക. അതിന്റെ വിവരണം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഈ വിവരണം, ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. മൂസ അലൈഹി ഇസ്ലാമും ഫിറോവനും തമ്മിൽ നടന്ന ആ ആശയ സംവാദത്തിന്റെ തുടർച്ച ഇനി മാറ്റുരക്കലിലേക്കാണ് നീങ്ങുന്നത്. മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്നത് തികച്ചും ദൈവികമായ മുഅ്ജിസത്ത് തന്നെയാണോ, അതല്ല കേവലമായ ഒരു ജാലവിദ്യക്കാരന്റെ തന്ത്രം മാത്രമാണോ എന്നത് തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിനാണ് അവര് സാഹചര്യം ഒരുക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.